Section 9.3 The Closed Graph Theorem. ലെറ്റ് എക്സ് വൈ എന്ന് പറയുന്ന ബനാക് സ്പേസ് ആയിട്ട് എടുക്കുക. എ എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈലോട്ടുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഇനി ദ സെറ്റ് ഗാമ ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എക്സ് എ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ഇതെന്ന് പറയുന്നത് ക്ലിയർലി സബ്സെറ്റ് ഓഫ് എക്സ് ക്രോസ് വൈ ആണ്. ഈ ഒരു സെറ്റിനെയാണ് എന്ത് ഗ്രാഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാഫ് ഓഫ് എക്ക് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ എഫ് ഫ്രം ആർ ടു ആർ എടുക്കുക. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി കൺസിഡർ ചെയ്യുക എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ തന്നെ ഒരു സെറ്റ് എടുക്കുക, എക്സ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുക. അപ്പോൾ എക്സ് ഇക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഇക്വൽ ടു 0 ആയിരിക്കും. എക്സ് ഇക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഇക്വൽ ടു 1 ആയിരിക്കും. എക്സ് ഇക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഇക്വൽ ടു 4 ആയിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ഗ്രാഫ് എഫിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് എന്താ ഇപ്പോൾ കണ്ടതാണ് എന്താ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എന്താ ഗ്രാഫ് ഓഫ് എൻ്റെ കേസിലും എന്തായിരുന്നു ആ ഒരു സെറ്റിനെയാണ് എന്താ ഗ്രാഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി നോം ഓഫ് എക്സ് ക്രോസ് വൈ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നോം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നോം എക്സ് പ്ലസ് നോം വൈ ആണ്. ഇനി ഗാമ ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ക്രോസ് വൈത്തെ ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി നമുക്കൊരു റിമാർക്ക് നോക്കാം. എ ഈസ് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെനെവർ എക്സ് എൻ എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു വൈ ദെൻ എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആൻഡ് എ എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഗാമ ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ക്രോസ് വൈത്തെ ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെന്നുള്ളതാണ്. നമ്മൾ ഗാമ ഓഫ് എയിലുള്ള ഒരു സീക്വൻസ് ചൂസ് ചെയ്യുക. സീക്വൻസ് എക്സ് എൻ എ എക്സ് എൻ അതെന്ന് പറയുന്നത് കൺവേർജസ് ടു സം എക്സ് വൈ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് വൈ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഗാമ ഓഫ് എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ എക്സ് വൈ ആണ്. നമ്മളൊരു സീക്വൻസ് എടുക്കുക, ഇതിലുള്ള ഗാമ ഓഫ് എയിലുള്ള ഒരു സീക്വൻസ് എടുക്കുക. അതെന്ന് പറയുന്നത് കൺവേർജസ് ടു എക്സ് വൈ ആണ് ആൻഡ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ. അപ്പോൾ ഫോർ പ്രൂവിങ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ നമുക്ക് എന്ത് കാട്ടിയാൽ മതി? വൈ ഈക്വൽ ടു എ എക്സ് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്, വിച്ച് ഇംപ്ലൈസ് ആസ് എ എക്സ് എൻ കൺവേർജസ് ടു വൈ വെർ വൈ ഈക്വൽ ടു എ എക്സ്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. അസ്യൂം ദാറ്റ് എ ഈസ് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ. നമ്മൾ അസ്യൂം ചെയ്യുക എ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഗാമ ഓഫ് എ എന്തായിരിക്കും? ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ് ക്രോസ് വൈ ആയിരിക്കും. അപ്പോൾ ഗാമ ഓഫ് എ ക്ലോഷർ ഇക്വൽ ടു എന്താണ്? ഗാമ ഓഫ് എ ആണ്. ഇനി ലെറ്റ് ചെയ്യുക എക്സ് എൻ എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് എ എക്സ് എൻ കൺവേർജസ് ടു വൈ എന്ന് എടുക്കാം. നമുക്ക് എന്ത് കാണിച്ചാൽ മതി? എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണ്, എ എക്സ് ഇക്വൽ ടു വൈ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ സോ വി ഹാവ് നോം എക്സ് എൻ എ എക്സ് എൻ മൈനസ് എക്സ് വൈ ഈക്വൽ ടു എന്തുണ്ട്? നോം എക്സ് എൻ മൈനസ് എക്സ് കോമ എ എക്സ് എൻ മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് നോം എ എക്സ് എൻ മൈനസ് വൈ. അതെന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അതായത് എക്സ് എൻ എ എക്സ് എൻ എന്ന് പറയുന്നത് കൺവേർജസ് ടു എക്സ് വൈ ആണ് ഇൻ എക്സ് ക്രോസ് വൈ. സിൻസ് എക്സ് എൻ എ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ് ആൻഡ് ഗാമ ഓഫ് എ ക്ലോഷർ ഇക്വൽ ടു ഗാമ ഓഫ് എ ആണ്. അതായത് ക്ലോഷർ ഇക്വൽ ടു ഗാമ ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഗാമ ഓഫ് എ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസസ് എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണ് ആൻഡ് എ എക്സ് ഇക്വൽ ടു വൈ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ആയി. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യുക എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണ്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് എ എക്സ് എൻ കൺവേർജസ് ടു വൈ വിച്ച് ഇംപ്ലൈസസ് എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആൻഡ് എ എക്സ് ഈക്വൽ ടു വൈ. കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണെന്ന് കാണിക്കേണ്ടത്. അതായത് ഗാമ ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ക്രോസ് വൈയിലുള്ള ക്ലോസ്ഡ് സെറ്റ് ആണ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് ചെയ്തു എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ക്ലോഷർ എന്ന് എടുത്തു. അപ്പോൾ എന്താണ്? എക്സ് വൈ എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ്. സോ അവിടെ ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും, എക്സ് എൻ എ എക്സ് എൻ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ സച്ച് ദാറ്റ് എക്സ് എൻ എ എക്സ് എന്ന് പറയുന്നത് കൺവേർജസ് ടു എക്സ് വൈ ആണ്
ആൻഡ് നോം എക്സ് എൻ എ എക്സ് എൻ മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നൗ നോം എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് നോം എ എക്സ് എൻ മൈനസ് വൈ. ഇവിടെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം എക്സ് എൻ എ എക്സ് എൻ മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. സിമിലർലി നോം എ എക്സ് എൻ മൈനസ് വൈ കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇനി സോ നമുക്ക് എന്തുണ്ട്, എക്സ് എൻ എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണെന്നുണ്ട്, എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആൻഡ് എ എക്സ് എൻ കൺവെർജസ് ടു വൈ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. ദെർഫോർ നമുക്ക് എന്ത് കിട്ടി, എക്സ് എൻ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണെന്ന് കിട്ടി ആൻഡ് വൈ ഈക്വൽ ടു എ എക്സ് ആണെന്ന് കിട്ടി. സോ എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ്. നമുക്ക് എന്തൊക്കെ കിട്ടി, എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ക്ലോഷറാണ്. നമുക്ക് അതുപോലെ തന്നെ എന്ത് കിട്ടി, എക്സ് വൈ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ എന്ന് കിട്ടി. അപ്പോൾ ദെർഫോർ നമുക്ക് എന്ത് പറയാം, ഗാമ ഓഫ് എ ക്ലോഷർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ്. അപ്പോൾ ഹെൻസ് എന്താണ്, ഗാമ ഓഫ് എ എന്ന് പറയുന്നത് ക്ലോസ്ഡാണ്. അതായത് എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണ്. അടുത്തതൊരു നോട്ടാണ്. കൺസിഡർ എ ബൗണ്ടഡ് ഓപ്പറേറ്റർ എ ബിലോങ്സ് ടു എൽ ഓഫ് എക്സ് വൈ ദെൻ എ ഈസ് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ. എന്താണ് പറയുന്നത്, ഈ ഒരു നോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവരി ബൗണ്ടഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്നാണ്. എവരി ബൗണ്ടഡ് ഓപ്പറേറ്റർ ഈസ് എ ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ. അപ്പോൾ ലെറ്റ് എന്ത് ചെയ്യാം, എ എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പറേറ്റർ ആയിട്ട് എടുക്കുക. അസ്യൂം ചെയ്യുക എക്സ് എൻ എലമെൻറ്റ് ഓഫ് എക്സ് ആണ്, എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആണ്, എ എക്സ് എൻ കൺവെർജസ് ടു വൈ എന്ന് എടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് കാണിച്ചാൽ മതി, എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണ്, എ എക്സ് ഇക്വൽ ടു വൈ എന്ന് കാണിച്ചാൽ മതി. സിൻസ് എ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, അതായത് എ എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എക്സ് എൻ കൺവെർജസ് ടു എക്സ്, നമുക്ക് എന്ത് കിട്ടി, എ എക്സ് എൻ കൺവെർജസ് ടു എ എക്സ് എന്ന് കിട്ടി. അപ്പോൾ എ എക്സ് എൻ കൺവെർജസ് ടു വൈ ആണ്. അതുപോലെ തന്നെ ആ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് യുണീക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ എക്സ് ഇക്വൽ ടു വൈ എന്ന് കിട്ടി. ദെർഫോർ എന്താണ്, എ എക്സ് ഇക്വൽ ടു വൈ എന്ന് കിട്ടി. അപ്പോൾ സോ എ എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണ് മുമ്പത്തെ റിമാർക്ക് പ്രകാരം. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു നോട്ടിൽ പഠിച്ച എവരി ബൗണ്ടഡ് ഓപ്പറേറ്റർ ഈസ് എ ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ. ഇനി അടുത്തതും ഒരു നോട്ടാണ്. Assume that kernel A equal to 0. Then A inverse is formally defined on image of A, that is equal to domain of A inverse and has a closed graph. ഇപ്പോൾ കേർണൽ A equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലിയർലി എന്താണ്, A inverse is defined ആണ്. പ്രൂഫ് നോക്കാം. We have gamma of A inverse equal to set of y A inverse y such that y element of image of A. A എന്ന് പറയുന്നത് എക്സ് ടു വൈ എടുക്കുക ആൻഡ് എ ഫ്രം എക്സ് ടു ഇമേജ് ഓഫ് എ. സോ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എ ടു എക്സ് ആയിരിക്കും. സോ ഡൊമൈൻ ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇമേജ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ എന്താ വരിക, നമുക്ക് സെറ്റ് ഓഫ് എ എക്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് കിട്ടി. അതായത് വൈ എന്ന് പറയുന്നത് വൈ എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എ എക്സ്. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ സിൻസ് ഗാമ ഓഫ് എ ഈക്വൽ ടു എന്താണ്, സെറ്റ് ഓഫ് എക്സ് എ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ എക്സ് ക്രോസ് വൈ ആണ്. നമുക്ക് എന്ത് കിട്ടി, ഗാമ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ വൈ ക്രോസ് എക്സ് ആണ് കിട്ടി. നമുക്ക് എന്താ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ സീക്വൻസ് വൈ എന്ന് പറയുന്നത് വൈ ഇൻ ഡൊമൈൻ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്കെന്താ പ്രൂവ് ചെയ്യേണ്ടത്, സീക്വൻസ് വൈ എൻ എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എ വൈ എൻ കൺവേർജസ് ടു വൈ എ ഇൻവേഴ്സ് വൈ എൻ കൺവേർജസ് ടു എക്സ് വിച്ച് ഇംപ്ലൈസസ് എ എക്സ് എൻ ഈക്വൽ ടു വൈ എൻ. അതായത് എ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് കാണിക്കണം, വൈ എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എ ആണ്. അപ്പോൾ ലെറ്റ് ചെയ്യുക, വൈ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എ ആണ്, വൈ എൻ കൺവേർജസ് ടു വൈ ആണ് ആൻഡ് എ ഇൻവേഴ്സ് വൈ എൻ കൺവേർജസ് ടു എക്സ് ആണ്. അപ്പോൾ ദെൻ നമുക്ക് എന്തുണ്ട്, എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എക്സ് ആണ് സച്ച് ദാറ്റ് എ എക്സ് എൻ ഈക്വൽ ടു വൈ എൻ. സോ നമുക്ക് എന്ത് കിട്ടി, എക്സ് എൻ എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണ്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്, അതുപോലെ തന്നെ എ എക്സ് എൻ കൺവേർജസ് ടു വൈ ആണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ എന്ന് പറയുന്നത് വൈ എൻ ഈക്വൽ ടു എന്താണ്? എ എക്സ് എൻ ആണ്. സോ എ എക്സ് എൻ കൺവേർജസ് ടു വൈ ആണ് അല്ലേ? അപ്പോൾ സെൻസ് എ എന്ന് പറയുന്നത് എന്തായി? ക്ലോസ്ഡ് ആയി. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ എക്സ് ഈക്വൽ ടു വൈ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് വൈ. ഹെൻസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണ്. അടുത്തത് ഡെഫിനിഷൻ 9.3.1. We say that an operator A from x to y admits a closure if and only if gamma of a closure subset of x cross y is a graph of an operator. അതായത് എ എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലോട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ദാറ്റ് അഡ്മിറ്റ്സ് എ ക്ലോഷർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഗാമ ഓഫ് എ ക്ലോഷർ ഈസ് ദ ഗ്രാഫ് ഓഫ് ദ ഓപ്പറേറ്റർ. ഇതാണ് എ അഡ്മിറ്റ്സ് എ ക്ലോഷർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഗാമ ഓഫ് എ ക്ലോഷർ ഈസ് ദ ഗ്രാഫ് ഓഫ് എൻ ഓപ്പറേറ്റർ. ഇതാണ് ആ ഡെഫിനിഷൻ പറയുന്നത്. അടുത്തൊരു റിമാർക്ക് നോക്കാം. എ ലീനിയർ ഓപ്പറേറ്റർ എ അഡ്മിറ്റ്സ് എ ക്ലോഷർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ എക്സ് എൻ കൺവേർജസ് ടു വൈ ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു 0 വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു 0. പ്രൂഫ് നോക്കാം. അസ്യൂം ചെയ്യുക എ അഡ്മിറ്റ്സ് എ ക്ലോഷർ എന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ചെയ്യുക എക്സ് എൻ കൺവേർജസ് ടു 0 ആണ്, എ എക്സ് എൻ കൺവേർജസ് ടു വൈ ആണ്. സിൻസ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിറ്റ്സ് എ ക്ലോഷർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ദർ എക്സിസ്റ്റ് an operator B such that gamma of B equal to gamma of A closure. നമുക്ക് എന്തുണ്ട്? എക്സ് എൻ എ എക്സ് എൻ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ്. അതുപോലെ തന്നെ എക്സ് എൻ എ എക്സ് എൻ കൺവേർജസ് ടു 0 വൈ. ദർഫോർ 0 വൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ക്ലോഷർ ആയിരിക്കും. ദാറ്റ് ഈസ് 0 വൈ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് ബി വിച്ച് ഇംപ്ലൈസ് ബി ഓഫ് 0 ഈക്വൽ ടു വൈ. സോ നമുക്ക് എന്ത് കിട്ടി? വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യുക വെനെവർ എ എക്സ് എൻ കൺവേർജസ് ടു വൈ ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു 0 നമുക്ക് എന്തുണ്ട്? വൈ ഈക്വൽ ടു 0 എന്നുണ്ട്. ഇനി ഡിഫൈൻ ചെയ്യുക ഡൊമൈൻ ഓഫ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എൻ എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ എക്സ് സച്ച് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എൻ എക്സ് ആൻഡ് എ എക്സ് എൻ കൺവേർജസ് ടു വൈ. അതുപോലെ തന്നെ ഡിഫൈൻ ബി സച്ച് ദാറ്റ് ഡൊമൈൻ ഓഫ് ബി ഇനി വൈ ആസ് ബി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എക്സ് എൻ എന്ന് ഡിഫൈൻ ചെയ്യുക. ഇനി ക്ലെയിം ചെയ്യുക ബി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ് ക്ലെയിം ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് എടുക്കുക, എക്സ് എൻ ഡാഷ് കൺവേർജസ് ടു എക്സ് എന്ന് എടുക്കുക. വേർ ബോത്ത് എ എക്സ് എൻ ആൻഡ് എ എക്സ് എൻ ഡാഷ് എന്ന് പറയുന്നത് കൺവേർജസ് ടു വൈ 1 ആൻഡ് വൈ 2. അപ്പോൾ ദർഫോർ എന്താണ്? എ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ ഡാഷ് എന്ന് പറയുന്നത് കൺവേർജസ് ടു എക്സ് ആണ്. വേർ ബോത്ത് എ എക്സ് എന്നും എ എക്സ് എൻ ഡാഷും കൺവേർജസ് ടു വൈ 1 ആൻഡ് വൈ 2 ആണ്. ദർഫോർ നമുക്ക് എന്ത് കിട്ടി? എ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ ഡാഷ് എന്ന് പറയുന്നത് കൺവേർജസ് ടു വൈ 1 മൈനസ് വൈ 2 എന്ന് കിട്ടി. അതുപോലെ തന്നെ എക്സ് എൻ മൈനസ് എക്സ് എൻ ഡാഷ് എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ നമ്മുടെ അസംപ്ഷൻ എന്തായിരുന്നു? വൈ 1 മൈനസ് വൈ 2 ഈക്വൽ ടു 0 എന്നായിരുന്നു. ദർഫോർ എന്താണ്? വൈ 1 ഈക്വൽ ടു എന്ത് കിട്ടി? വൈ 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്ലെയിം എന്തായി? പ്രൂവ് ആയി. അതായത് ബി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. ക്ലിയർലി എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് ക്ലിയർലി ബി എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ഇനി ക്ലെയിം ചെയ്യുക ഗാമ ഓഫ് ബി ഈക്വൽ ടു ഗാമ ഓഫ് എ. അപ്പോൾ ലെറ്റ് ചെയ്യുക എക്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ എന്ന് എടുക്കുക. ദർഫോർ എന്താണ്? അവിടെ ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. എക്സ് എൻ എ എക്സ് എൻ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എൻ എ എക്സ് എന്ന് പറയുന്നത് കൺവേർജസ് ടു എക്സ് വൈ ആണ്. സോ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്. അതുപോലെ തന്നെ എ എക്സ് എന്ന് പറയുന്നത് കൺവേർജസ് ടു വൈ ആണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഓഫ് ബി പ്രകാരം നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എ ആണ് ആൻഡ് ബി എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. അതായത് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗാമ ഓഫ് എ ക്ലോഷർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഗാമ ഓഫ് ബി എന്ന് കിട്ടി. ലെറ്റ് ചെയ്യുക എക്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് ബി ആണെന്ന് എടുക്കുക. നമുക്ക് എന്തുണ്ട്? എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എന്നുണ്ട് ആൻഡ് ബി എക്സ് ഈക്വൽ ടു വൈ എന്നുണ്ട്. അപ്പോൾ ദർഫോർ അവിടെ ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഇൻ എക്സ് സച്ച് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് എ എക്സ് എൻ കൺവേർജസ് ടു വൈ ആൻഡ് വൈ ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എക്സ് എൻ. നമുക്ക് എന്തുണ്ട്? എക്സ് എൻ എ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ്. അപ്പോൾ ആൻഡ് എക്സ് എൻ എ എക്സ് എൻ കൺവേർജസ് ടു എക്സ് വൈ ആണ്. വിച്ച് ഇംപ്ലൈസസ് എക്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഗാമ ഓഫ് എ ആണ്. ദർഫോർ നമുക്ക് എന്ത് കിട്ടി? ഗാമ ഓഫ് ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഗാമ ഓഫ് എ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്ലെയിം എന്തായി? പ്രൂവ് ആയി.
ഹെൻസ് നമുക്ക് എന്ത് കിട്ടി? ഹെൻസ് വി ഗെറ്റ് ദാറ്റ് എ അഡ്മിറ്റ്സ് എ ക്ലോഷർ. അപ്പോൾ ആ ഒരു റിമാർക്ക് പ്രൂവ്ഡായി. ഈ ഒരു നോട്ടിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എ അഡ്മിറ്റ്സ് എ ക്ലോഷർ എന്നുള്ളിടത്ത് ഇവിടെ സ്മോൾ ലെറ്റർ എ ആണ് ഞാൻ കൊടുത്തേക്കണേ, ക്യാപിറ്റൽ ലെറ്റർ എ ആണ് കേട്ടോ.